കോഴിക്കോട് ജില്ലയിൽ യു.ഡി.എഫിന് ചരിത്ര വിജയം നേടാനായത് വിഭാഗീയതയില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമെന്ന് ഡി.സി.സി പ്രസിഡന്റും കൊയിലാണ്ടിയിലെ നിയുക്ത എം.എൽ.എയുമായ കെ പ്രവീൺകുമാർ. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയും ലോക കേരള സഭാംഗവുമായ നെൽസൺ നൈപ്പിന്റെ വീട്ടിൽ നടത്തിയ സ്വകാര്യ സന്ദർശനത്തിനിടെ സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു പ്രവീൺകുമാർ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ബലം വന്ന ദിവസം കോഴിക്കോട്ടുള്ള മാധ്യമങ്ങളോട് താനൊരു കാര്യം പറഞ്ഞിരുന്നു. തങ്ങളുടെ ലക്ഷ്യം 5, 8, 10 സീറ്റല്ല, 13-ൽ 13 ആണ് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്നു മുതൽ കൌണ്ടിംഗിന്റെ അരമണിക്കൂർ മുൻപ് വരെ 13-ൽ 13 സീറ്റ് കോൺഗ്രസിന് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. തന്റെ ആത്മവിശ്വാസം കണ്ട് പലരും ആശങ്കപ്പെടുകയും അസാധ്യമാണെന്ന് പറയുകയും ചെയ്തു. 70 പഞ്ചായത്തുകളിൽ 44 പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് താൻ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഈ സുനാമി വരുന്നതിനൊക്കെ മുമ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്ന് കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാക്കൾ സാക്ഷരത്വം പറഞ്ഞത് ഇനി എന്താണ്? അന്ന് നല്ല വിജയം കിട്ടി. ലോക്കൽ ബോഡിയിൽ 70 പഞ്ചായത്തുകളിൽ 44 പഞ്ചായത്ത് UDF പിടിച്ചു. 2 പഞ്ചായത്ത് തുല്യമായി ജില്ലാ പഞ്ചായത്ത് പിടിച്ചു. കോർപ്പറേഷൻ ചുണ്ടിനും കപ്പിനും നഷ്ടപ്പെട്ടു. എന്നാലും ഭേദപ്പെട്ട ചരിത്രത്തില്ലാത്ത വിജയമായി ഉണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വമ്പിച്ച് വിജയം നേടിയത്. ആകെ 13-ൽ 12 സീറ്റ് തങ്ങൾ പിടിച്ചു. 2 സീറ്റിൽ വിജയിച്ച സന്തോഷത്തിനോടൊപ്പം 1 നഷ്ടപ്പെട്ട സങ്കടവും തനിക്കുണ്ടെന്നും പ്രവീൺകുമാർ പറഞ്ഞു. ഞാൻ കൊയിലാണ്ടിയിൽ UDF 5 അംഗ വിഷയിക്കും. ഞാൻ ജയിക്കുന്നത് 12,000. 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 5 അംഗ ഭൂരിപക്ഷം, 3 7,000 12 വിജയിച്ച സന്തോഷത്തിലേക്കും 1 നഷ്ടപ്പെട്ടതിന്റെ ചെറിയ സങ്കടമുണ്ട്. താൻ മന്ത്രിയാകുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. തന്നെ സംബന്ധിച്ച് DCC പ്രസിഡന്റായ അന്നു മുതൽ ഓരോ ദിവസവും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന ആളാണ്. ലോക്സഭയിലും ലോക്കൽ ബോഡിയിലും നല്ല വിജയമുണ്ടായി. DCC പ്രസിഡന്റ് എന്ന നിലയിൽ താൻ സംതൃപ്തനാണ്. ഇപ്പോൾ MLA-യുമായി മറ്റ് കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. അത് എന്തായാലും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ താൻ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്നു മുതൽ കൗണ്ടിങ്ങിന്റെ അരമണിക്കൂർ മുമ്പ് വരെ DCC പ്രസിഡന്റായി ഞാൻ പറഞ്ഞത് 13 ഔട്ട് ഓഫ് 30. ഇത് പറഞ്ഞപ്പോൾ പലരും നെറ്റ് ചോദിച്ചിരുന്നു, പലരും ആശങ്കപ്പെട്ടിരുന്നു. നൊസ എന്ന് പറഞ്ഞിരുന്നു. കൂടെ നിന്നവരുടെ മനസ്സിൽ വരെ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ 12 ജയിച്ചു. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലെയും കണക്കെടുത്ത് 5-ാം ദിവസം 14 ഞാൻ വീഡിയോ കണ്ടു. ഇവിടെ എങ്ങനെ ഉണ്ടോ? ഞാൻ 13-ൽ 13, 8 എടുത്ത് 5 അംഗ ഭൂരിപക്ഷം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് DCC പ്രസിഡന്റായി നിയമിക്കുമ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നോട് പറഞ്ഞ കാര്യം. അതുകൊണ്ടുതന്നെ വിഭാഗീയത പ്രവർത്തനത്തിന് താനില്ല. വിഭാഗീയത ഇല്ലാത്ത കോൺഗ്രസ് നേതൃത്വമാണ് കോഴിക്കോടിന്റേതെന്ന് വേണുഗോപാൽ വരെ പറഞ്ഞിട്ടുണ്ട്. DCC പ്രസിഡന്റിന്റെ മനസ്സിൽ വിഭാഗീയത വന്നാൽ ആ ജില്ലയിൽ പാർട്ടി രക്ഷപ്പെടില്ല. പല വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും തങ്ങൾ ഒരു ടീമാണ്. ഒരുമിച്ച് നിൽക്കുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന വലിയൊരു സന്ദേശമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു.